ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ ഞങ്ങൾ ഫാം ഹൗസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ഓരോ വണ്ടിയിലൊക്കെ. ഇപ്പോൾ ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ട് പുറത്തൊക്കെ ട്രിപ്പ് പോകാൻ ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്ലാൻ ചെയ്താണ് ഒരു ഫാം ഹൗസ് എടുത്ത് നിന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ ഒന്ന് കൂടാലോ ഫാമിലി ആയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി, കാരണം ഇവിടെ 2 മണിക്ക് കൊണ്ട് യാത്രയുണ്ട്. അങ്ങനെ മെല്ലെ ഇവിടെ എത്തി. ഇവിടെ കയറിന് അവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആദ്യം ഞങ്ങൾ പോയി നോക്കിയ സ്വിമ്മിംഗ് പൂളാണ്, കാരണം വെയിലൊക്കെ അല്ല. ഇനിയിപ്പോൾ എങ്ങനെ കളിക്കും എന്നുള്ള പിന്നെ പോയി നോക്കിയപ്പോഴാണ് ഒരു ഹോളിൻ്റെ ഉള്ള സ്വിമ്മിംഗ് പൂള്. അതെന്തായാലും നന്നായി. പിന്നെ എൻ്റെ ഓഫീസിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വൻ വൈബാണ്. അതുകൊണ്ട് അടിപൊളി പരിപാടിയായിരുന്നു, പാട്ടും ഡാൻസും. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് പൂളിൽ പോയി കുളിക്കാന്നുള്ളതായി. പിന്നെ അങ്ങനെ പൂളിൽ കബഡി കളി ചെയ്തു. ഇത് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണം. എന്നാൽ പിന്നെ കുറച്ചേം കടന്നിട്ട് വരാൻ ഞാൻ മെല്ലെ സൈഡായി. അങ്ങനെ എണീച്ചപ്പോൾ രാത്രിയായി. എന്നാൽ പിന്നെ ഇവിടെ ഫുട്ബോൾ കോർട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഫുട്ബോളും കളിക്കാൻ തുടങ്ങി. അങ്ങനെ അതും കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ സൂ ഉണ്ട്, എന്നാൽ പിന്നെ അത് കണ്ടിട്ട് വരാം. ഒരു റിസോർട്ടിനുള്ള സൂവും എല്ലാ പരിപാടിയും വെച്ചിട്ടുണ്ട്. അതാദ്യമായിട്ട് ഞാൻ കാണുന്നത് ഒരു ഫാം ഹൗസിനുള്ള സൂവും സെറ്റ് ചെയ്ത്. എന്നാൽ പിന്നെ അത് കാണാമല്ലോ. രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടത് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനനുസരിച്ചുള്ള ചാർജ് വരെ വാങ്ങുന്നുണ്ട്, എന്നാലും അടിപൊളിയാണ്. പിന്നെ ഈ സൂ പറഞ്ഞാൽ വലിയ സൂ ഒന്നുമല്ല, ചെറിയ പക്ഷികളും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. കുറേ മയിലും ആമയും കോഴിയും അങ്ങനത്തെ കുറേ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയൊരു കോഴിയാണോ എന്തോ എന്നെ ഇഷ്ടമായില്ല. ഞാൻ എൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ അത് നിലവിളിക്കും. അപ്പോൾ പിന്നെ മെല്ലെ ഞാൻ മാറി. ഇനിയിപ്പോൾ അതിൻ്റെ കൊത്തുകളുണ്ടല്ലോ. പിന്നെ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ ലവ് ബേർഡ്സിൻ്റെ ഗ്ലാസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ മെല്ലെ അതൊക്കെ കണ്ട് വരുമ്പോഴാണ് ഇവിടെ പുക പോകണുണ്ട്. അപ്പോൾ രാത്രിക്കുള്ള കുക്കിംഗ് തുടങ്ങി മനസ്സിലായി. ഗ്രില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രിയത്തെ പരിപാടി തുടങ്ങി. പാട്ടും ഡാൻസും കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ പുക വരാൻ തുടങ്ങി. നോക്കിയപ്പോഴാണെങ്കിലോ ചിക്കനൊക്കെ കരിഞ്ഞു. ഫുഡ് കഴിച്ചത് ഓർമ്മയുള്ളൂ. അത് കഴിയുമ്പോഴേക്കും കഥയായി, കവിതയായി. ഇത്രയും കഴിവുള്ള ആൾക്കാരൊപ്പാണല്ലോ ഞാൻ ജോലി ചെയ്യണത്, എൻ്റെ അമ്മോ. അത് കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ പോയപ്പോൾ ഞങ്ങളാണെങ്കിലോ പൂളിക്കാൻ പോയത്. ഓരോ പ്രാന്ത് അല്ലാതെ എന്ത് പറയാനാണ്. അങ്ങനെ അത് കഴിയുമ്പോൾ ഒരു സമയമായി. പിന്നെ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മജ്ലിസിൽ പോയി കിടന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫാം ഹൗസ് പരിപാടി അടിപൊളിയാക്കി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.